നമസ്കാരം. 60 വർഷത്തിന് ശേഷം രണ്ടാം തവണ അറബിക്കടലിൽ അസ്ന ചുഴലിക്കാറ്റ് വീണ്ടും ഒരു ഭീഷണിയായി അവതരിക്കുകയാണ്. കച്ചിലെ അതിതീവ്ര ന്യൂനമർദ്ദം അസ്നയായി മാറുമോ എന്നുള്ള ഭീതിയാണ് നിലവിൽ അവശേഷിക്കുന്നത്. ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറി കേരളത്തിൽ പരക്കെ മഴയ്ക്കുള്ളൊരു വലിയ സാധ്യതയാണ് തുറന്നു വരുന്നത്. കേരളത്തിൽ വരുന്ന ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യത കൽപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് വടക്ക് കിഴക്കൻ അറബിക്കടലിൽ ചുഴലിക്കാറ്റിനും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ സൗരാഷ്ട്ര കച്ച് മേഖലയ്ക്ക് മുകളിലുള്ള അതിതീവ്ര ന്യൂനമർദ്ദം 30-ാം തീയതി രാവിലെയോടുകൂടി വടക്ക് കിഴക്കൻ അറബിക്കടലിൽ പ്രവേശിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ തീരത്ത് നിന്നും അകന്നു പോകാനും സാധ്യതയുണ്ടെന്ന് നിരീക്ഷണ വകുപ്പ് പറയുന്നുണ്ട്. അറബിക്കടലിൽ 6 പതിറ്റാണ്ടിനിടയിൽ 60 വർഷത്തിനിടയിൽ രണ്ടാമത്തെ ചുഴലിക്കാറ്റ് രൂപപ്പെടാനുള്ള ഒരു വലിയ സാധ്യതയാണ് ഉയരുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഒരു വലിയ സംഭവമായി തന്നെ മാറുകയും ചെയ്യും. ഗുജറാത്ത് തീരത്ത് വടക്കൻ അറബിക്കടലിൽ വെള്ളിയാഴ്ച ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ തീരങ്ങളെ വലിയ തോതിൽ ഇത് ബാധിക്കാൻ സാധ്യത കുറവാണ്. സൗരാഷ്ട്ര കച്ചിന് മുകളിലുള്ള ആഴത്തിലുള്ള ന്യൂനമർദ്ദം വെള്ളിയാഴ്ചയോടുകൂടി വടക്കൻ അറബിക്കടലിലേക്ക് നീങ്ങാനാണ് സാധ്യത. ന്യൂനമർദ്ദം പടിഞ്ഞാറോട്ട് നീങ്ങിയതായും ഭൂജന് ഏകദേശം 60 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് നിലയിൽ നിന്നും 80 കിലോമീറ്റർ വടക്ക് കിഴക്കും പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നും 270 കിലോമീറ്റർ കിഴക്ക് തെക്ക് കിഴക്കും സ്ഥിതി ചെയ്യുന്നതായും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇത് രൂപം കൊണ്ടാൽ 1964 ശേഷം അറബിക്കടലിലുണ്ടാകുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റായി തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ 60 വർഷത്തിനിടയിൽ മറ്റൊരു ചുഴലിക്കാറ്റ് ഇതുവരെയും രൂപം കൊണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ നോക്കിക്കാണുന്നത്. ചുഴലിക്കാറ്റായി മാറിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന അസ്ന എന്ന പേര് തന്നെ ആയിരിക്കും ഇതിനുണ്ടാകുന്നത്. മൺസൂൺ സമയത്ത് അറബിക്കടലിൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നത് ഒരു സാധാരണ സംഭവമല്ല, തികച്ചും അസാധാരണമായ ഒരു സംഭവം തന്നെയാണ്. മൺസൂൺ ഡിപ്രഷനുകൾ പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ തെക്കോട്ട് ചരിഞ്ഞു കിടക്കുന്നതിനാലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ശക്തമായ തടസ്സവും കാരണം ജൂൺ സെപ്റ്റംബർ സീസണിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങൾ സാധാരണഗതിയിൽ അങ്ങനെ ചുഴലിക്കാറ്റായി മാറാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ നോക്കിക്കാണുന്നത്. അസാധാരണമായി ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ തീരങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. തീവ്ര ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയും വടക്ക് കിഴക്കൻ അറബിക്കടലിലേക്കും കച്ചിനോടും അതിനോട് ചേർന്നുള്ള സൗരാഷ്ട്ര പാകിസ്ഥാൻ തീരങ്ങളിലേക്കും നീങ്ങാനുള്ള സാധ്യതയാണ് കൂടുതൽ. വെള്ളിയാഴ്ചയോടുകൂടി ഇത് ചുഴലിക്കാറ്റായി മാറിയേക്കും, രൂപം കൊണ്ടേക്കും. അതിനുശേഷം 2 ദിവസങ്ങളിൽ ഇന്ത്യൻ തീരത്ത് നിന്നും വടക്ക് കിഴക്കൻ അറബിക്കടലിലൂടെ ഏതാണ്ട് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്കായിരിക്കും നീങ്ങുക. അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദങ്ങൾ 1961-ലും 64-ലും 2022-ലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ചുഴലിക്കാറ്റായി രൂപം കൊണ്ടിട്ടില്ല. പക്ഷേ 1926-ലും 44-ലും 1976-ലും ചുഴലിക്കാറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അറബിക്കടലിൽ ചുഴലിക്കാറ്റായി മാറുന്നത് 76-ലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ 2024-ൽ വലിയൊരു ചരിത്രം രചിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.